ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള പരാമർശങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പരാമർശം കൊണ്ടൊരു പുതിയ ചർച്ചയോ വിവാദമോ ഒന്നും ഉണ്ടാവരുത് എന്ന് എനിക്കും നിർബന്ധമുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അംഗീകരിച്ച ഒരു പ്രോട്ടോകോൾ പ്രകാരമാണ് എല്ലായിടത്തും ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്നത്. പാലക്കാടും അങ്ങനെ തന്നെയാണ് നടന്നത്. അല്ല, അതിന് ഇത്ര സമയത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് എവിടെയില്ലല്ലോ. അത് കൃത്യമായി ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാവും. അല്ല, അതിനൊരു പ്രസക്തിയില്ല. ഞാനും എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ചിലർ അനുകൂലിച്ചു, ചിലർ പ്രതികൂലിച്ചു എന്നൊക്കെ. അങ്ങനെ ഒരു പ്രശ്നം ആ വിഷയത്തിലില്ല. അത് ഈ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട ഈ കരാർ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാനാണ്, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ്, അത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾക്കാണ് ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ അതിലെല്ലാ വശവും പരിശോധിക്കും, എങ്ങനെ തുടരണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ. അപ്പോൾ അതിൽ അങ്ങനെ ആർക്കെങ്കിലും അത് വേണമെന്നോ വേറെ ആർക്കെങ്കിലും അത് വേണ്ടെന്നോ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ആ സമിതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് സമിതിയുടെ കൺവീനർ എന്ന നിലക്ക് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ ഈ വാട്സപ്പിൽ വരുന്നതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. കുറേ ആളുകൾ അനുകൂലിച്ചു, ചില ആളുകൾ പ്രതികൂലിച്ചു. അതൊക്കെ അവരുടെ ഭാവനയിലുള്ള സൃഷ്ടി മാത്രമാണ്. അല്ല, അതിൽ കുറേ അപൂർണതയുണ്ട്, അല്ലെങ്കിൽ ആ വന്ന മറുപടികളെ പല നിലക്ക് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. വസ്തുതകളെല്ലാം ഒന്ന് തന്നെയല്ലേ. ഈ LDF കാലത്ത് PMC വ്യക്തമായി എതിർത്തതാണ് UDF-ഉം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെ. ഇപ്പോൾ കേന്ദ്രം തന്നെ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഒപ്പിട്ടതുകൊണ്ട് നടപ്പാക്കുന്ന നിർബന്ധമില്ല, വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന്. പക്ഷേ ഇനി ഇത് പഠിച്ചിട്ട് ഇത് ഒഴിവാക്കുമെന്ന് പറയുന്നത് അതിൽ കുറച്ച് ശരികേടുകളില്ലേ എന്നുള്ളതാണ് ഒരു വിമർശനമായി ഉയരുന്നത്. അല്ല, അങ്ങനെയല്ല. അതിൽ പിന്നെ നമ്മളിതൊക്കെ എല്ലാം പലതവണ ചർച്ച ചെയ്താണ്. ഇവിടെയുള്ള ഒരു കരാറ്, ആ കരാറിലെ വ്യവസ്ഥകൾ, അതൊക്കെ ആരെങ്കിലും അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആവില്ലല്ലോ. ഫാക്റ്റ് അവിടെ കിടക്കുകയല്ലേ. നമുക്കത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മളെല്ലാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എല്ലാവരും ദേശാഭിമാന പ്രചോദിതരായി ഒറ്റ മനസ്സായി നിൽക്കുമ്പോൾ അവിടെ അങ്ങനെയുള്ള വിവാദ ചർച്ചകളൊന്നും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ AK ബാലൻ പറഞ്ഞത് ഇന്നലെ ഈ തൂഫാൻ പദ്ധതി വന്ദേമാതരം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം BJP നേതാവ് പാലക്കാട് നിന്നുള്ള തിട്ടൊഴിയൊന്നും വേണ്ട, മുഴുവൻ വന്ദേമാതരം ചെല്ലണം, അല്ലെങ്കിൽ ഭീഷണി സ്വരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ തെളിയിച്ചു എന്തായിരുന്നു ഇന്നത്തെ സംഭവം? അല്ല, അതിലൊന്നും അങ്ങനെ പലജാതി വർത്തമാനങ്ങൾ പല ഭാഗത്തുണ്ടാവും. അതൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല.